കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ പോയവരോട് തനിക്ക് പരാതികളൊന്നുമില്ലെന്ന് നടി ഭാവന. അവരുടെ പേരുകൾ പറയാൻ താല്പര്യമില്ലെന്നും നടി പറഞ്ഞു. പുതിയ ചിത്രമായ അനോമിയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരഭിമുഖത്തിലാണ് ഭാവനയുടെ പ്രതികരണം. ഞാൻ എടുത്തതിൽ ഏറ്റവും ശരിയായ തീരുമാനമായി എനിക്ക് തോന്നുന്നത് ആ സംഭവത്തിന് ശേഷം പരാതി നൽകിയതാണ്. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതവും മനസ്സമാധാനവും ഇല്ലാതാകുമായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം അത് പുറത്തു പറഞ്ഞ് പരാതിപ്പെടുന്നത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. ചാനലുകളൊന്നും കാണാറില്ല. അത്തരം ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ്. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഉണ്ടാകുന്ന ബഹളം ഊഹിക്കാം. അത് ചെയ്യരുത് എന്ന് പറയാനാകില്ല. ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. എന്ത് കേട്ടാലും സംഭവിച്ചാലും പ്രശ്നമില്ല എന്നൊരാളല്ല ഞാൻ. ഈ യാത്രയിൽ വീഴാതെ പിടിച്ചു നിർത്തിയതിന് എന്നോട് തന്നെയാണ് കടപ്പാട്. എല്ലാവരും പിന്തുണയ്ക്കാനുണ്ടാകും. അമ്മയും നവീനും സുഹൃത്തുക്കളുമെല്ലാം. അവർക്കതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നീ വിഷമിക്കരുത്, ഞങ്ങൾ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നൊക്കെ. പക്ഷേ ആർക്കും ആ വേദന പങ്കുവെക്കാൻ പറ്റില്ല. പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് ആരൊക്കെ കൂടെ ഉണ്ടാകും ഉണ്ടാകില്ല എന്നാലോചിച്ചിട്ടല്ല. ആ സമയത്തെടുത്ത തീരുമാനമാണ്. അധികം പരിചയമില്ലാത്തവരൊക്കെ തരുന്ന പിന്തുണ കാണുമ്പോൾ അത്ഭുതം തോന്നും. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിൽക്കാതെ പോയവർ ചിലർ സാക്ഷികളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പേരുകൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെന്നെ ഞെട്ടിക്കുന്നുമില്ല. അത് അവരുടെ തീരുമാനം. എനിക്കതിൽ യാതൊരു കുഴപ്പവുമില്ല. പ്രേക്ഷകരുടെ സ്നേഹത്തിൽ ഭാഗ്യവതിയാണ് ഞാൻ. എന്നെ നേരിട്ടറിയുന്നവർ വളരെ കുറച്ചു പേരെ ഉണ്ടാവൂ. അല്ലാതെ തന്നെ പിന്തുണ നൽകുന്നവർ ഒരുപാട് പേരുണ്ട്. അവരോടുള്ള നന്ദി ഒരു വാക്കിൽ പറഞ്ഞാൽ തീരില്ല. ജീവിതം കൊണ്ട് അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പിന്തുണ വളരെ വലിയ കരുത്താണ് നൽകുന്നത്. അതിനെക്കുറിച്ച് തനിക്ക് തോന്നുന്നത് വാക്കുകളിൽ പറയാൻ സാധിക്കില്ല. കുടുംബവും സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്നത് പോലെയുള്ള ശക്തിയാണ് തനിക്ക് കിട്ടുന്നത്. പരിചയമില്ലാത്ത ആളുകൾ വന്ന് സ്ട്രോങ് ആയിരിക്കണം, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ സിമ്പിളായി ഒരു നന്ദി പറഞ്ഞ് ഒതുക്കാനാകില്ല. അവരെ കാണുമ്പോൾ നന്ദി എന്നേ പറയാനാകൂ. പക്ഷെ അതല്ല എന്റെ മനസ്സിലുള്ള ഫീൽ. അതെങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല, ഭാവന പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.